ചുഗുട് ഹാപ്പിയാണോ? കടല് കണ്ടോ രാവിലെ തന്നെ? സീ ഉണ്ടോ? സീ കാക്കയുണ്ടോ? കാക്ക. ഹലോ, ഇത് നമ്മുടെ ഡേ 2 സ്റ്റേക്കേഷനാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി നേരത്തെ ഞങ്ങൾക്ക് വീഡിയോ ഓഫ് ചെയ്യേണ്ടി വന്നു, കാരണം ഒരാൾക്ക് ഉറക്കം വന്നു. ദെൻ ഞങ്ങൾ എല്ലാവരും ടയേർഡായിരുന്നു. വലിയ ലോങ് ഡ്രൈവ് ഒന്നുമില്ല, 2.5 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. പക്ഷെ നിർത്തി പിന്നെ പൊട്ട ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ഓർത്ത് ഇന്ന് ഈ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാമെന്ന്. വലിയ വീടാണ്, 7 rooms അല്ലേ കുഞ്ചു? കുഞ്ചു ഇസ് വെരി ഹാപ്പി. കുഞ്ചു എന്നല്ല എല്ലാ പിള്ളേരും. ഒരുത്തം പറയാ, ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നുള്ളൂ ഫോർ ലോങ് ടൈം, നിങ്ങൾ തിരിച്ചു നോക്കോളാം. ദാറ്റ് മീൻസ് അവർക്ക് നമ്മുടെ വീടിനോടുള്ള വില എന്താണെന്ന് മനസ്സിലായി. എനിവേ, അപ്പം ആദ്യം ഇവന് ഫുഡ് കൊടുക്കണം. ചേട്ടന് രാവിലെ 6 മണിക്ക് തന്നെ എണീക്കുമല്ലോ. അപ്പോൾ എണീറ്റു, അതുകൊണ്ട് നമ്മൾ ഫുഡ് ചേച്ചാൻ പോവാണ്. എന്നിട്ട് ഞങ്ങൾ ഹോം ടൂർ ചെയ്യാം. ഐ വിൽ ഷോ യു ദ വ്യൂസ്. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കുറേ വീടുകളും അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പുറത്തെ സൈഡ് ഐ വിൽ ഷോ യു. See. Yes, that is a sea. കണ്ടാ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. രാവിലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ സൺറൈസ് നടക്കുന്ന ഈ സൈഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അത് കാണാൻ പറ്റില്ല. എല്ലാവരും എണീറ്റ് തുടങ്ങി. അപ്പം നമുക്ക് താഴത്തോട്ട് പോയാലോ കുഞ്ചു? ലെറ്റ്സ് ഗോ. കുട്ടപ്പ ഈസ് ഹാപ്പി പ്ലേയിങ് അറൗണ്ട്. അവളുടെ അമ്മയെ കാണാൻ വേണ്ടി പോയതാ. ഷിമ്മിക്ക് അമ്മ വേണമെന്ന്. അമ്മയ്ക്ക് സ്ഥലം ഇഷ്ടപ്പെട്ട? ഈ വീട് ഇഷ്ടപ്പെട്ട? അടിപൊളിയാണോ? ചൂട് വേണ്ടല്ല. എന്ത് യോഗം. സീ കണ്ട് ഏത്തപ്പഴമൊക്കെ കഴിച്ച് You take care of Tessa, okay? Shimi Chechi, take care of Tessa, okay? Amusi, gift from Addu. Happy Mother's Day. Thank you. Gift from Addu. Thank you. അത് തിന്നാൻ തുടങ്ങുക. അത് അമ്മൂസിയുടെ ഗിഫ്റ്റാ. എന്ത് ഗിഫ്റ്റ് അടി? അത് സോക്സ്. എന്ത് സോക്സ്? ടൈറ്റ് സോക്സ്. ഓക്കെ. Wow, tasty. നമുക്ക് ഇന്നലെ പോയപ്പോ ഒരെണ്ണം മേടിക്കാറുണ്ട്. എന്താ ചപ്പോ? അത് ഇങ്ങനത്തെ ഡ്രസ് ഒന്നും എന്റെ മോളുടെ. ശരിയാ, ഓർത്തില്ല. വിജീഷ് ചായ ഉണ്ടാക്കാൻ പോവാ. വിജീഷിന്റെ റെസിപ്പി ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞു എന്റെ വ്ളോഗിൽ ചേർക്കാൻ പോകുന്നത്. എന്താ വിജീഷ് അയ്യടാ നോക്ക്. നമ്മളങ്ങനെ ഡേ 2 അഡ്വഞ്ചറിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷെ ഇറ്റ് ഈസ് റിയലി വിൻഡി ഔട്ട് സൈഡ്. ഇപ്പൊ ഞാൻ വാതിൽ മലക്കെ തുറന്നു പോയി, കാറ്റ് കാരണം. പറന്നു പോകുന്ന തോന്നണെന്ന്. മഴ പെയ്തു തുടങ്ങി അല്ലേ? കറക്റ്റ് നമ്മൾ വണ്ടി കേറിയപ്പോ. പിസ്സ ഓപ്പൺ പ്ലസ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല, നിറയെ ഫുഡ് വീട്ടിലിരിക്കും. തിന്നാൻ വീട്ടിൽ നിന്ന് വന്നു. ബട്ട് എന്ത് രസമുള്ള വീടുകൾ, ഓരോന്നും ഓരോരോ ഇതായിട്ടിരിക്കുന്നോണ്ടേ. ഇപ്പൊ നമ്മുടെ പോലെ ഇങ്ങനെ ഒട്ടി ഇരിക്കാത്തോണ്ട് വീടുകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇന്ന് രാവിലെ എണീറ്റപ്പോ തന്നെ ഇവിടെ ഹെയിൽ സ്റ്റോം ആയിരുന്നു. എന്റെ കൊച്ചെന്തിനാ കരയാണ്? ഉറക്കത്തിന്റെ നാളെ സമയമായി. വന്നു തുടങ്ങി. അമ്മയുടെ കൂടിയാട്ടൊക്കെ ഉണ്ടോ? പക്ഷെ ഹെയിൽ സ്റ്റോം ഇല്ലാത്തത് വലിയ. നിങ്ങൾ പോയപ്പോ എന്താ സ്റ്റോം വന്നു, സാൻഡ് സ്റ്റോം പോലെ മണ്ണ് പറഞ്ഞു. നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഇങ്ങനെ ഒരു ഡള്ള് ക്ലൈമറ്റാ നമ്മൾ വന്നിട്ട്. ഇവിടെ പിന്നെ എന്നും ഡള്ള് ക്ലൈമറ്റ് കാരണം കുഴപ്പമില്ല. എല്ലായിടത്തും ഭയങ്കര മഴയാട്ടോ. അയ്യോ നല്ല മഴയുണ്ട്. നല്ല വെയിലുണ്ടെങ്കിൽ അടിപൊളി. ഡാഫഡിൽസ് ഒക്കെ നിക്കണോക്ക്. നല്ല വഴിയിലെ കാണാൻ നല്ല ഭംഗി. ബ്യൂട്ടിഫുൾ. എന്ത് ഭംഗിയാണല്ല. പൊളി, എന്ത് രസം കാണാൻ. അമ്മ നോക്ക.
ഞാൻ വാതിൽ തുറന്നു കാണിച്ചുതരാം. തുറക്കാൻ പറ്റില്ല, കാറ്റിങ്ങനെ അടിക്കാ. കുഞ്ഞ ഒരു രക്ഷയില്ല. അതേ നോക്ക്, നല്ല പാടാ. പിന്നെ ഫുൾ എഫേർട്ട് കൈ വിട്ട് കഴിഞ്ഞാ അവര് നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവര് പോയിട്ട് വന്നിട്ട് നമുക്ക് ഇറങ്ങാം. കാരണം ബേബീസിനെ കൊണ്ട് ഇറങ്ങാൻ പറ്റിയൊരു സാഹചര്യം അല്ല ഇപ്പൊ. അടിപൊളി വ്യൂ ആണ്, അടിപൊളി ഇതാണ്. പക്ഷെ കാറ്റ് ഒരു രക്ഷയില്ല. ലൈക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങടെ കാറ്റ്, അപ്പൊ അവിടെ നിന്ന് ഇങ്ങടെ നമ്മളെ ഉന്തുവാ കാറ്റ്. ഒരു രക്ഷയില്ലാത്ത കാറ്റ്. എൻ്റെ ഇടയ്ക്ക് ഇവനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ചിന്റെ ബർത്ത്ഡേ അല്ലേ, ആണ് നമ്മുടെ ബേബി ഷൂ അസുഖമാടോ. എന്റെ പൊന്നോടെ കൊണ്ട് ഇറക്കള്ള ബേബി ഇറക്കള്ള. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. എന്റെ അമ്മ വ്യൂ പോയിന്റിൽ നിന്നിട്ടുള്ള അവസ്ഥയാണ് ഞങ്ങളുടെ ഇത്. അതാണ് ഞങ്ങളുടെ വ്യൂ പോയിന്റ്. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി. ഞാൻ ഇരിക്കട്ടെ. എന്റെ അമ്മ പൊളി. പക്ഷെ അമ്മ അവിടെ നിന്നാ പറഞ്ഞു നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പൊ രസമുണ്ട്. വെയിൽ വന്നപ്പോ അവിടെ ഈ സാധനം ഭ്രാന്ത ജാക്കറ്റിനകത്തെന്താ അതങ്ങനെ ടീം. ഇത് എന്നാ ഭംഗിയല്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഇത് ഏത് സീയാ കുഞ്ഞേ, ഏത് സീയാട്ടോ ഇത്? അറ്റ്ലാന്റിക് സീ. അത് അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇതിന്റെ ഒരു ലെവല് വേറെയാ. എന്നാ ഭംഗിയാ. അതൊക്കെ തന്നെ അമ്മേ. അയ്യോ അയ്യോ, ഇങ്ങോട്ട് നിന്നപ്പോ ഒത്തുവാ. ഇങ്ങോട്ട് ചെയ്യാൻ പാടില്ല, ഇങ്ങോട്ട് നിൽക്കണം. എന്നാലാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയ്ക്ക് സീനികൾ ഇങ്ങനെ അടിച്ച് കേറി വന്നേക്കണോക്കെ. അമ്മേന്റെ തൊപ്പി പറഞ്ഞു. ഇറ്റ് സീംസ് ലൈക്ക് അമ്മയ്ക്ക് ഒരു തിയറി ഉണ്ട് ഇതിനെ പറ്റി. പറ അമ്മ, പറ. എന്നെ ആവശ്യപ്പെടുന്ന പോലെ അമ്മ വിളിക്കണോലെയോ? ഇതെന്താ? അല്ല, അമ്മ എന്താ പറഞ്ഞത്? എന്ത് കടലായിട്ട് അമ്മയ്ക്ക് തോന്നണേ? പാൽക്കടലോ? പാൽക്കടൽ. അതായത് നമ്മള് തൈര് കടഞ്ഞ് വെണ്ണ പൊങ്ങി വരുന്ന പോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ വെണ്ണ അടിഞ്ഞടിഞ്ഞ് കൊടുന്ന ഒരു ഫീല്. അടിപൊളി. അതാണ് അമ്മ പറഞ്ഞ വെണ്ണ അത്ര. അറ്റ്ലാന്റിക് സീ. ഞാൻ പറയുന്നത് അറ്റ്ലാന്റിക് സീ കണ്ടില്ല. അമ്മയെ കൊണ്ടത്ത് കാണിച്ചിട്ടുണ്ട് അറ്റ്ലാന്റിക് സീ. കെയർഫുൾ കെയർഫുൾ ട്ടോ രണ്ടുപേരും. അമേരിക്ക പ്രതീക്ഷിച്ചത്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഓ അടിപൊളി, സൂപ്പർ. അമ്മ ഞാൻ അറ്റ്ലാന്റിക് സീ കാണിച്ചില്ലേ? ഓക്കെ, അത്രയ്ക്ക് ഒരു മോൾ അങ്ങോട്ട് പറ്റുള്ളൂ. അറ്റ്ലാന്റിക് സീ കണ്ടിട്ട് എന്റെ അമ്മേന്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് വന്നെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര കണ്ടോ, ഞങ്ങൾ പുറകിൽ ഉന്തണോലോ അടിപൊളി. മണ്ണുണ്ടോ? ഹെയിൽ സ്റ്റോൺ നല്ലോണം ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ആലിപ്പഴം വീഴുണ്ട് നല്ലോണം. കയ്യൊക്കെ ചുവന്ന്. പക്ഷെ അവിടുന്ന് പോരാൻ തോന്നണ്ടായില്ല. എനിക്കത്ര ഞാൻ ഇങ്ങനെ നേച്ചറിനെ സ്നേഹിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. മീൻസ് ആ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല. എനിക്ക് സിറ്റി വന്ന സ്ഥലങ്ങളാണ് കൂടുതൽ ഇഷ്ടം പോവാൻ. പക്ഷെ ഇത് അവിടെ നിന്ന് എനിക്ക് പോരാൻ തോന്നണ്ടായില്ല. അത്ര ബ്യൂട്ടിഫുൾ. വെതർ ബാഡ് ആണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ അതിനോട് ഓക്കെ ആയപ്പോ എന്തൊരു ഫോട്ടോ ഒക്കെ എടുത്താ. ഞാൻ ക്യാപ്പ് ഊരി കളഞ്ഞ് ജാക്കറ്റ് ഒക്കെ മാറ്റിയിട്ട് ഫോട്ടോസ് എടുത്തു. അത് ഭയങ്കര ഒരു ഭയങ്കര ഫീല് അല്ല, ഒരു ഹെവൻ കൈൻഡ് ഓഫ്. ഡേ വെയില്, ദെൻ സീ. തിരിച്ചു പോയാലോ ഒന്നോടെ. അത്ര വെരി ബ്യൂട്ടിഫുൾ. അങ്ങനത്തെ ഒരു ഭംഗി, ഒരു ഹെവൻലി ഫീലിംഗ് ഉള്ള സ്ഥലം. ശരിക്കും ഹെവനാന്ന്. നമ്മൾ മറ്റേ പാലാഴിയും ഇന്ദ്രന്മാരെ പറ്റിയൊക്കെ പറയണ പോലത്തെ ഒരു അവിടെ ഉണ്ടാവും ചിലപ്പോ. ഒരു കുതിര, രണ്ട് കുതിര അടുക്കുതിര പോയത്. എല്ലാവർക്കും എല്ലാ മമ്മീസുമാർ
നന്നായിണ്ടല്ലേ, ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് ചിലപ്പോ മഴ പെയ്യുകയും ചെയ്യില്ല. അവിടെ മഴക്കാറുണ്ട് കേട്ടോ, നല്ല മഴക്കാറുണ്ട്, ചെളിയുണ്ട്. എന്നാ വലിയ തരിയാ, അമ്മോ പേടിയാണ് കണ്ടിട്ടില്ലേ. എന്താണ്, എന്തോ ഒരു അൺനോൺസ് ആണ് സമുദ്രത്തിൽ എന്ന് പറയുന്നത്. പ്ലീസ് ബി വെരി കെയർഫുൾ. ഒരു വലിയ തരമൊന്നും കണ്ടാ, അതാ ഇവിടെ ഇരുന്നുണ്ടാലും മതി. അവിടെ ഒരു പാറയുണ്ട്, എല്ലാം ഉണ്ട്, എന്നാ ഭംഗിയായി സീ കാണാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇങ്ങനെ തര, ഭയങ്കര വലിയ തര, ഒരു ബ്യൂട്ടിഫുൾ മാത്രം, ഒരു പേടി തോന്നുന്ന ഒരു സൗന്ദര്യം അത് കേട്ടോ. ഭയങ്കര നമ്മളിങ്ങനെ കഥയിലൊക്കെ എന്നാ വലിയ തര, തന്നെ വലിയ തര, ഭയങ്കര വലിയ തര. ഞാൻ ഇത്ര വലിയ തര കണ്ടിട്ടില്ല കേട്ടോ അമ്മേ. ഇനി നാട്ടിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ തര കണ്ടില്ല. ഇത് ഓൾമോസ്റ്റ് ഒരു അമ്മ നോക്കമ്മ, എന്റെ കയ്യിൽ മഴയോ എന്തോ പ്രശ്നം, എന്തോ സംഭവിക്കണ്ട. ഭയങ്കര ഹെയിൽ സ്റ്റോമിന്റെ ഒരു വീഡിയോ എടുക്കട്ടെ. ഇവിടെ ഇല്ല കേട്ടോ, ഈ സൈഡിലുണ്ട്. ഇന്നലെ സ്നോയും ആണ് ഹെയിൽ സ്റ്റോമും ആണ്. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് അവിടെ ആ റോഡ് വൈറ്റ് കളറിലാണ് കിടക്കണേ. എന്ത് രസമല്ലേ, കല്ല് പോലെയാണ്, ഉപ്പുകല്ല് പോലെ കിടക്കുക, ഉപ്പുകല്ല് പോലെ. എന്ത് ഭംഗിയാ. പക്ഷെ ഞാൻ